സ്വാതിയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും എത്തുന്നത്. ഇതിനുള്ള കൃത്യമായ മറുപടി താരങ്ങൾ നൽകാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇവരുടെയൊക്കെ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി നൽകുക എന്നറിയില്ല എന്നാണ് സ്വാതി പലപ്പോഴും മറുപടിയായി നൽകാറുള്ളത്. എന്നാൽ ഇപ്പോൾ നൽകുന്ന ഒരു പോസ്റ്റിലൂടെയും ഇപ്പോൾ നൽകുന്ന ചില കോട്ടുകളിലൂടെയും തന്നെയാണ് സ്വാതി പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിച്ചോട്ടെ, അവർ നമ്മളെപ്പറ്റി എന്തു പറഞ്ഞാലും അറിഞ്ഞാലും നമുക്ക് നമ്മളെ അറിയാമല്ലോ. അതിലാണ് നമ്മൾ വിശ്വാസം കണ്ടെത്തേണ്ടത്. നമ്മളെ അറിയുന്നവർക്കും നമ്മളെ അറിയാം. അങ്ങനെ പല ആൾക്കാരും പലതും പറയും എന്നാണ് ഇപ്പോൾ സ്വാതി പറയുന്നത്. തൻ്റെ കർമ്മമേഖലയിൽ സ്വന്തമായി വഴിവെട്ടി വന്നവളാണ് സ്വാതി എന്ന് എപ്പോഴും എല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് മിനിസ്ക്രീൻ രംഗത്തേക്ക് തൻ്റെതായ സ്ഥാനം നേടിയവൾ. അതുകൊണ്ട് തന്നെ സദാചാരക്കാരുടെ ഇത്തരം ഗോസിപ്പുകൾ സ്വാതിയെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നു. ടോപ്പ് 5 നായികമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാതി മിനിസ്ക്രീനിൽ ടോപ്പ് 5-ൽ തന്നെ തിരക്കുള്ള ഒരു നായികയാണ്. ഗോസിപ്പുകൾ പറഞ്ഞു പരത്തുന്ന ആർക്കും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകില്ല. അത് തന്നെയാകും ആളുകൾക്ക് പലതും പറയാം, പക്ഷേ സത്യം നമുക്കല്ലേ അറിയൂ എന്ന താരത്തിന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷേ സത്യം നമുക്കല്ലേ അറിയൂ, അവർക്കൊരിക്കലും നമ്മുടെ ശരിക്കുമുള്ള കഥ അറിയില്ലല്ലോ. ഇങ്ങനെ അർത്ഥം വരുന്ന വീഡിയോ സ്വാതി പങ്കുവച്ചിട്ടുണ്ട്. സ്വാതി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്ന് എപ്പോഴും വെളിപ്പെടുത്താറുണ്ട്. സ്വാതി തന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചത് ചെമ്പട്ട് എന്ന പരമ്പരയിലൂടെയാണ്. പരമ്പരയിൽ ദേവിയുടെ വേഷത്തിലാണ് സ്വാതി എത്തിയത്. വിവാഹത്തിന് ശേഷം നാമം ജപിക്കുന്ന വീട്ടിലും സി കേരളത്തിലെ പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിൽ അപർണയുമൊക്കെയായി സ്വാതി തിളങ്ങി നിന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാളം തെലുങ്ക് പ്രേക്ഷകർക്ക് സ്വന്തക്കാരിയായ സ്വാതി മാറിയത്. അതും സ്വന്തമായി വഴിവെട്ടിവെന്നുള്ള ലേബൽ തന്നെ. ആരുടെയും ഒരു സഹായവുമില്ലാതെയാണ് സ്വാതി അവിടെ വരെ എത്തിയത്. നെറുകയിൽ സിന്ദൂരം ചാർത്തിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രനുടയെ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചെത്തിയപ്പോഴാണ് സ്വാതിയെക്കുറിച്ച് നിറയെ ഗോസിപ്പുകൾ വന്നത് എന്ന് പറയാം. നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നതെല്ലാം മാംഗല്യമായിട്ടുള്ള സ്ത്രീകളാണ്. സ്വാതിയെക്കുറിച്ച് ചോദിക്കുമ്പോഴും അത്തരത്തിൽ വാർത്തകൾ നിറയുകയാണ് എന്ന് പറയുന്നു. അതിന് കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താരം പങ്കുവച്ച ചിത്രങ്ങളിലൊക്കെ തന്നെയും പ്രേക്ഷകരെല്ലാവരും നോക്കിയിരുന്നതും ഇതേ ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആളുകളെല്ലാം ഇതിനെക്കുറിച്ചുള്ള മറുപടിയുമായി എത്തുകയാണ്. ഭ്രമണത്തിലെ ഹരിത എന്ന കഥാപാത്രത്തെ പക്വത നിറഞ്ഞ രീതിയിൽ അഭിനയിച്ചുകൊണ്ട് സ്വാതി തൻ്റെതായ രീതിയിൽ തന്നെ കഥാപാത്രം മെനഞ്ഞെടുക്കുന്നുണ്ട്. കട്ടവില്ലത്തിയുടെ റോള് തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു താരം കൂടിയാണ് സ്വാതി. മലയാളത്തിൽ സി കേരളത്തിൽ പരമ്പരകൾക്ക് പിന്നാലെ സൂര്യ ടിവിയിലെ കോൺസ്റ്റബിൾ മഞ്ജുവിൽ എത്തി നിൽക്കുകയാണ് സ്വാതിയുടെ യാത്ര. അന്യഭാഷയിലെ സീരിയലുകളിലും സ്വാതി സജീവമാണ്. അപ്പോൾ ഗോസിപ്പുകൾ ഉണ്ടാകുന്നതിന് കുറവുണ്ടാകില്ല എന്നുകൂടി പറയുന്നുണ്ട്. സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്വാതിക്ക് വേണ്ടി ഇത്തരം ഗോസിപ്പുകൾ ഉണ്ടാകുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അല്ലാതെ ആ കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി നടി സ്വാതി, നിത്യാനന്ദ്, വിഷ്ണു, സന്തോഷ് ചിത്രങ്ങൾ ഇപ്പോൾ നിറയുകയാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഇരുവരും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചതോടെ ഗോസിപ്പ് കോളങ്ങളിൽ ഈ വാർത്തയും നിറയുകയാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ എന്തിനാണ് ഇങ്ങനൊരു ചിത്രം പങ്കുവച്ചതെന്നായി പിന്നീടുള്ള ചോദ്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.